ശർക്കരയുടെ ഇഷ്ടമുള്ള ആള് നമസ്കാരം. ഉപ്പുമുളക് ലൈറ്റിൽ ഞാൻ ഓണത്തിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗ് കാണാൻ ഇടയായി. ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടം തോന്നിപ്പോയി. അച്ഛൻ്റെയും അമ്മേൻ്റെയും സ്നേഹം എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കി തന്നൊരു വീഡിയോ. അതേസമയം ഇപ്പുറത്ത് കുഞ്ഞൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ വന്നിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, രാവിലെ എണീക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, ഒരുങ്ങുന്നു, പൂവിടുന്നു, പാവാടയും ബ്ലൗസും ഇടുന്നു, പാവാടയും ബ്ലൗസിനെ കാണിക്കുന്നു, പോകുന്നു, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ. ഇത് മാത്രമേ ഞാൻ കുഞ്ഞൻ്റെയിൽ കണ്ടുള്ളൂ. പക്ഷേ ഇവരുടെ വ്ളോഗിൽ എൻ്റെ മനസ്സലിയിക്കുന്ന, അല്ല എന്നെ കുറേ ചിന്തിപ്പിക്കുന്ന, കുറേ കാര്യങ്ങൾ ഓർമ്മ തരുന്ന കുറേ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കണ്ടു. അതെന്താന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ തന്നെ ആ വീഡിയോ ഒന്ന് കാണും. ശർക്കരയുടെ ഇഷ്ടമുള്ള ആള് ചോറ് കഴിച്ചിട്ടാവും, ചോറ് കഴിച്ചിട്ടുണ്ടാവും. എന്നാലും ഓണായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ലൈഫിലുണ്ടാവുന്ന കാര്യമുണ്ട് ഇല്ലേ? ആ ചെറിയ മുഖത്തുണ്ട് നോക്കിയാൽ ഇന്ന് പൂക്കൾ നന്നാക്കും, പൂ നന്നാക്കുമ്പോ ഇറിറ്റേഷനായത് തൊട്ടാണ് ഉണ്ടായതല്ലേ? കുഞ്ഞില്ലാത്തതിന്റെ വിഷമം നല്ല മാതിരി ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് സന്തോഷം ഒരു ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അത് ഞങ്ങൾ സന്തോഷിക്കുന്നതൊക്കെ ലൈഫിലൊന്നും ഒരുപാട് വലിയ വലിയ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ ഒരാളുടെ പ്രാർത്ഥനയായിരിക്കും കേട്ടോ. അങ്ങനെ എന്നോട് പറഞ്ഞു. അവിടെ പക്ഷെ കരയാറില്ല കേട്ടോ. അങ്ങോട്ട് കരയുന്ന പൂർവ്വം 1-2 പ്രാവശ്യം ഞാൻ എൻ്റെ ലൈഫിൽ ഈ പ്രായത്തിൽ 27 വർഷം ഞങ്ങൾ ഒന്നായിട്ട്. പക്ഷെ അങ്ങോട്ട് കരയുന്നത് ഞാൻ ആകെ 1-2 പ്രാവശ്യം കണ്ടിട്ടോ. എപ്പോൾ കരയുന്നു ജനിച്ചിട്ടെടുത്ത് പറയുമ്പോൾ അങ്ങോട്ട് കരയുന്നുള്ളത് എനിക്ക് പറഞ്ഞത്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. കുഞ്ഞൻ അച്ഛനെയും അമ്മേനെയും വിട്ടുപോയിട്ട് ഇപ്പോൾ കുറേ മാസങ്ങളായി. എന്തൊക്കെയാണെങ്കിലും വീട്ടുകാരെ ഉറപ്പിച്ചതാണെങ്കിലും ആ കല്യാണം നടത്തി കൊടുക്കില്ല എന്ന് മനസ്സിലായൊരു സമയമാണ് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയത്, ഈ അച്ഛനെയും അമ്മേനെയും വിട്ടിട്ട്. അതിൻ്റെ ശരികളിലോട്ടും തെറ്റിലോട്ടും പോകുന്നില്ല. പക്ഷേ ഈ വ്ളോഗിൽ 3-4 പോയിന്റുകൾ. ഒന്ന്, ശർക്കര ഉപ്പേരി കണ്ട സമയം കുഞ്ഞനെ ഓർമ്മ വന്നെ. കാരണം കുഞ്ഞന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സാധനമാണ് ശർക്കര ഉപ്പേരി. പൂവിടുന്ന സമയം എന്നും ഈ അച്ഛൻ്റെ കൂടെ പൂ അരിയാൻ കുഞ്ഞനുണ്ടായിരുന്നു. ഇന്ന് ആ സ്പേസിൽ കുഞ്ഞനില്ല. രണ്ടാമത്തത്, വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കഴിച്ചിട്ടുണ്ടാവുമോ അല്ലേ എന്നുള്ളത്. എന്ന് വെച്ചാൽ എൻ്റെ മോൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടാവുമോ എന്നുള്ളത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതാലോചിച്ചുകൊണ്ട് അന്നത്തെ ദിവസം ആ അച്ഛൻ്റെയും അമ്മേൻ്റെയും കണ്ണിൽ നിന്ന് കണ്ണീര് വരിക. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്ര പവിത്രമായ സ്നേഹം എവിടെ നിന്ന് കിട്ടും നിങ്ങൾക്ക് വേറെ? ആ ഓണത്തിൻ്റെ അന്നും അവരാലോചിക്കുന്നുണ്ട്, അവർ മിസ് ചെയ്യുന്നുണ്ട്, അവരെ വ്യക്തിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു സാധനേ പാരൻസിനെ കിട്ടും. ചിലപ്പോൾ ഓപ്പോസിറ്റിലെ കുഞ്ഞൻ പറയും ഞാനും ആലോചിച്ചിട്ടുണ്ട്, ഞാനും മിസ് ചെയ്തിട്ടുണ്ട്, ഞാൻ വീഡിയോയിൽ വന്ന് പറയായിട്ടാണ് എന്നുള്ളത്. പക്ഷെ ഇവർ അവിടെ അഭിനയിക്കുകയല്ല ചെയ്തത്. അവർക്ക് അഭിനയിച്ച് നിൽക്കാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. അതാണ് ആ മനുഷ്യൻ കരഞ്ഞു പോയിട്ടുള്ളത്. ഭയങ്കര ഒരു അടിപൊളി ഫീലിംഗ് ആണ്. ഞാനിങ്ങനെ ചിന്തിച്ചു പോയിടൂ. 3-4 കാര്യം, ശർക്കര ഉപ്പേരി, പൂന്നുള്ളൽ, മിസ്സിങ് അല്ല, സ്വന്തം മോൾ അച്ഛനും അമ്മയും ജീവിതകാലം മുഴുവൻ മിസ് ചെയ്യാണ്ടൊന്നുമില്ല. പക്ഷെ ഓരോ കാര്യവും ഓർത്ത് വെച്ച് പറയാൻ നേരം അവർ കാണിക്കുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ, വേറൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം ഈ അച്ഛനും അമ്മേനോടുള്ള പിണക്കം മാറ്റിക്കൂടെ? സോൾവ് ചെയ്തുകൂടെ? കൂടെ പോയിക്കൂടെ? കുഞ്ഞൻ ചിലപ്പോൾ വീട്ടിൽ ചെന്നാൽ അവർ ചേർത്ത് പിടിക്കും. ഇനി അവർ എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ പറഞ്ഞാലും കുഞ്ഞിന് പോയിക്കൂടെ? ഇപ്പോൾ ചിലപ്പോൾ കുഞ്ഞൻ്റെ പാർട്ട്ണറിനും പാർട്ട്ണറിൻ്റെ ഫാമിലിക്കും ചിലപ്പോൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം അവർക്ക് എന്തൊക്കെയാണെങ്കിലും ഒരു ഔട്ട്സൈഡറാണ്, ഫൈൻ. പക്ഷെ കുഞ്ഞൻ്റെ അവകാശം കുഞ്ഞന് നീട്ടിക്കൂടെ? ഒന്ന് അവരെടുത്ത് ചെന്ന് കണ്ട് സംസാരിച്ചിട്ട്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഇഷ്ടമാണ്, പക്ഷേ ഈ സ്നേഹം ഒന്നും ഒരിക്കലും കാണാണ്ട് പോകരുത്. കാരണം പിന്നെ ഒരു നാൾ ഈ സ്നേഹം കാണണമെന്ന് അല്ലെങ്കിൽ ഈ പ്രസൻസ് വേണമെന്ന് ആഗ്രഹിക്കുമ്പം ചിലപ്പോൾ നമുക്ക് പറ്റണമെന്നില്ല. അതാണ് ഈ കാലത്തിൻ്റെയൊക്കെ ഒരവസ്ഥ. ഞാൻ അതിന് ശേഷം ഇന്ന് കുഞ്ഞൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ചില കാര്യങ്ങൾ ജീവിതത്തിൽ വേദനിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് റിയാക്ഷൻ വീഡിയോ. നമുക്ക് ആദ്യം ആ ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്ന് നോക്കിയിട്ട് നമുക്ക് വേഗം ഈ വീഡിയോ അവസാനിപ്പിക്കാം.
കുണിക്കുമ്പോൾ ഹോസ്പിറ്റലായത് അറിഞ്ഞില്ലേ? നീ എന്തോ ഒരു കൂടപ്പുറപ്പാണ്, നിനക്ക് എന്തോ ഒരു വിഷമമില്ലാത്ത, നീ എന്താ അന്വേഷിക്കാത്ത, നീ സ്വന്തം ചേച്ചിയാണോ, നീ ജീവനെ പോലെ അനിയത്തിനെ ഇഷ്ടാന്ന് പറഞ്ഞിട്ട് നീ എന്താ അന്വേഷിക്കാത്ത എന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞ എന്റെ അനിയത്തിന്റെ കാര്യം ഞാൻ അന്വേഷിക്കാതെ ഇരിക്കുവോ? അതിപ്പോ ആര് പറഞ്ഞാന്നില്ലല്ലോ, ആര് പറഞ്ഞാലും എനിക്ക് ഒറ്റയ്ക്ക് അറിയാലോ എന്റെ അനിയത്തിയുടെ കാര്യം ഞാൻ എന്ത് ചെയ്യണമെന്ന്. സത്യം പറഞ്ഞ് കുണിക്കുമ്പോൾ ഹോസ്പിറ്റലാന്ന് ഞാൻ അറിഞ്ഞത് ഓണത്തിന്റെ അന്നാണ്. ഓണത്തിന്റെ അന്ന് ഞാൻ അറിഞ്ഞപ്പോ തൊട്ട് ഞാന് ഭയങ്കരമായിട്ട് ഡൗൺ ആയിരുന്നു. ഒരു ഓണം ആഘോഷിക്കാനുള്ള ഒരു ഇതന്നെ എനിക്ക് ഉണ്ടായില്ല കുറെ നേരത്തേക്ക് രാവിലെ ഒന്നും. ഞാന് അതുകൊണ്ട് തന്നെ രാവിലെ എന്റെ വ്ളോഗ് കണ്ടറിയാം, ഓണം വ്ളോഗിൽ ഞാനൊന്നും എടുത്തിട്ടില്ല. എനിക്ക് ഭയങ്കര വിഷമം തന്നെയായിരുന്നു. പിന്നെ ഞാൻ ഉച്ചയൊക്കെ ആയപ്പോ ഞാൻ വിചാരിച്ചു എന്തായാലും മെസ്സേജ് അയച്ചു നോക്കാന്ന് വെച്ചിട്ട് ഞാൻ കുണിക്കുമ്പോൾ അമ്മയുടെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. കുണിക്കുമ്പോൾക്ക് എങ്ങനെയുണ്ട് ചോദിച്ചു. അവളുടെ വിവരങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചോറുണ്ടായിരുന്നത് തന്നെ, അല്ലേ? ഏട്ടൻ തന്നെ അറിയാം. ഏട്ടൻ തന്നെ എന്നോട് ചോദിക്കാൻ എന്താണ് ഇങ്ങനെ വിഷമിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു കുണിക്കുമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓണാഘോഷിക്കാനും, അങ്ങനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓണാഘോഷമൊക്കെ. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞിരിക്കായിരുന്നു അവർക്ക് ഓണമല്ലെന്ന് തോന്നുന്നു, അവള് ഹോസ്പിറ്റലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നു. ഞാൻ പറയും കുണിക്ക് ആണെങ്കിലും ഇങ്ങനെ പട്ടുപാടൊക്കെ ഇട്ടേനെ ചെയ്യുമ്പോ പിന്നെ എന്റെ അനിയത്തിയില്ല, അവിടെ ഞാൻ ഹോസ്പിറ്റലിൽ എടുക്കുമ്പോ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ. ആ മെസ്സേജ് അയച്ചപ്പോ എനിക്ക് കുണിക്കുമ്പോ റിപ്ലൈ ഒന്നുമിട്ടാ, കുണിക്കുമ്പോൾക്ക് കുഴപ്പമൊന്നുമില്ല, കുണിക്കിനൊന്ന് ചോറുണ്ണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ട്, പിന്നെ 2 ദിവസം എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചപ്പോ എനിക്ക് സന്തോഷമായി. ഞാൻ അതിന് റിപ്ലൈ കൊടുത്തു, കുണിക്ക ചോറുണ്ടോന്നൊക്കെ ചോദിച്ച്. അപ്പം ഇതാണ് കാര്യം. സംഭവം എന്താണെന്ന് വെച്ചാൽ റിസെൻ്റ്ലി ഓണം വ്ളോഗ് അതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ കണ്ടാൽ അറിയാം. കുഞ്ഞൻ്റെ അനിയത്തി കുണിക്കി എന്ന് വെച്ചാൽ ഇവരുടെ മക്കളിൽ 4 മക്കളിൽ ഏറ്റവും ചെറിയ ആൾക്ക് വയ്യാണ്ടുള്ള ഒരു വ്ളോഗ് ഇവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇവരുടെ ആദ്യത്തെ വ്ളോഗൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ഈ മോന് ഇതിലുള്ള കുണുക്കൻ എന്ന് പറയുന്നത് പൊന്നുമായിട്ടും കുണുക്കി എന്ന് പറയുന്നത് കുഞ്ഞനായിട്ടും ഭയങ്കര അറ്റാച്ച്ഡാണ്. ഇവർ രണ്ടുപേരെയും ഞാൻ ഏറ്റവും കൂടുതൽ പണ്ട് ഈ കല്യാണത്തിന് മുമ്പ് ഈ കുണുക്കീനെ ഒരുക്കിയൊക്കെ കണ്ടിട്ടുള്ളത് ഈ കുഞ്ഞനാണ്. അപ്പം അതുകൊണ്ട് തന്നെ കുഞ്ഞനിങ്ങനെ വയ്യാണ്ട് വരുന്ന സമയം നമ്മളെല്ലാവരും ആലോചിക്കും, അല്ലെങ്കിൽ ഇവരുടെ വീഡിയോ നന്നായി കണ്ടിട്ടുള്ള 2 വ്ളോഗേഴ്സ് അല്ലെങ്കിൽ ഈ ഉപ്പുമുളക് ലൈറ്റിൻ്റെയും ഈ നന്ദന വ്ളോഗിൻ്റെയും വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ എപ്പോഴും ചിന്തിക്കുന്നത് ലൈക്ക് കുണിക്കിക്ക് വയ്യാണ്ടായിട്ട് പോലും കുഞ്ഞനൊന്ന് പോയി കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ കുഞ്ഞൻ ആ വീട്ടിൽ കയറിയില്ലല്ലോ, കുഞ്ഞനൊന്ന് പോയി കണ്ടുകൂടെ. അപ്പം നമ്മുടെ പ്രണവിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് പ്രണവിന് നല്ലൊരു മേജർ സർജറി കഴിഞ്ഞ് നിന്നിട്ട് പ്രവീൺ പോയി നോക്കിയിട്ടില്ല. അതിൻ്റെ പേരിലും എന്തൊക്കെയോ വീഡിയോ കാര്യങ്ങൾ വന്നു. ഇനി പോയി നോക്കിയോ വീഡിയോ ഇടാത്തതാണോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അതുപോലെ ഈ ഒരു ചോദ്യം വന്നു. ഈ കമൻറ്റ് നിറയാൻ തുടങ്ങി. കാരണം അച്ഛനോടും അമ്മേനോടും പൊന്നൂനോടും ഷെബിനോടും ദേഷ്യം ഉണ്ടാവും, ഈ കുഞ്ഞു കുട്ടീനോട് എന്തിനാണ് ദേഷ്യം എന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ എന്ന നിലയിൽ ആൾ വന്ന് പറയുകയാണ്, ഞാനിത് അറിഞ്ഞത് ഓണത്തിൻ്റെ അന്നാണ്, അന്ന് എനിക്ക് വളരെ സങ്കടമായിരുന്നു, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഓൾറെഡി ആളുടെ അമ്മയുടെ ഫോണിലോട്ട് മെസ്സേജ് അയച്ചിട്ട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ച സമയത്ത് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവിടുന്ന് കുണുക്കൻ മെസ്സേജ് അയച്ചു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട സമയത്താണ് ഞാൻ ഹാപ്പി ആയതും ഞാൻ കഴിച്ചതും എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, ഗുഡ്, നല്ലത്. അന്വേഷിക്കാൻ കാണിച്ച ആ മനസ്സ് എന്നും നല്ലതാണ്. പക്ഷെ എൻ്റെ ഒരു ചോദ്യം, ഒന്ന് പോയി കണ്ടുകൂടായിരുന്നോ? എന്തായിരുന്നു പ്രശ്നം? ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിനൊരു കുഴപ്പമില്ല, ഞാൻ അവരോട് സംസാരിക്കുന്നതിന് ആക്കുന്നതിന്. ഭർത്താവ് വരണ്ട, ഭർത്താവിൻ്റെ ഫാമിലി വരണ്ട, ഞാൻ ഒന്നും പറയുന്നില്ല. കുണിക്കീനെ ഒന്ന് പോയി കുഞ്ഞിനെ കണ്ടുകൂടെ? അവിടെ നിന്ന് ഇറക്കി വിട്ട ആ ഹോസ്പിറ്റലിൽ കയറി ആ കുട്ടീനെ കണ്ട് തിരിച്ചു വരുന്നതിന് എന്തായിരുന്നു? എന്തിനു വേണ്ടി? അപ്പം അതാ പറയുന്നത്, നമ്മൾ പെട്ടെന്ന് നമ്മളുടെ ലൈഫിൽ പല തീരുമാനങ്ങളും എടുത്തിട്ട് നമ്മൾ മുന്നോട്ടങ്ങ് പോകും. ഈ പോയി കഴിയുന്ന സമയത്താണ് നമുക്ക് ഈ എടുത്ത തീരുമാനവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പോലും അറിയാണ്ട് കുറേ മതിലുകളും വരമ്പുകളും ഒക്കെ ഇങ്ങനെ മുന്നിൽ വരിക. അത് പെട്ടെന്നൊന്നും ക്രോസ് ചെയ്യാൻ പറ്റില്ല. അത് ക്രോസ് ചെയ്യാണ്ട് അതിനുള്ളിൽ കുടുങ്ങിയിട്ട് അപ്പുറത്ത് പോകണമെന്ന് തോന്നി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ട്. എന്ന് വെച്ചാൽ വഴികൾ മുന്നിലുണ്ട്, ചാടാനും പറ്റില്ല, ബാക്കോട്ട് നിൽക്കാനും പറ്റാത്ത ഒരവസ്ഥയുണ്ട്. അത് ഭയങ്കര വിഷമമുള്ള ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനത്തെയൊക്കെ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരുപാട് ആലോചിച്ച് നമ്മളൊരു തീരുമാനം എടുക്കണം. എന്ന് വെച്ചാൽ മെച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സാധനം വലുതാന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്ത് ഈ ഒരു ടൈമിലാണ്. കാരണം എനിക്കിപ്പോൾ ഒരു ഡിഗ്രി PG കഴിഞ്ഞ സമയത്തൊക്കെ ഞാൻ കരുതിയത് ഞാൻ ഭയങ്കര മെച്യൂർഡാണ്, ലൈക്ക് ഐ നോ എവറിത്തിങ് എന്നൊരു തോട്ടൊക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് അന്ന് ഞാൻ വിചാരിച്ച പല കാര്യങ്ങളും ഇന്ന് ഞാൻ ആലോചിക്കുമ്പം ഏറ്റവും വലിയ മണ്ടത്തരാണ് ഇപ്പം ഞാൻ റിയലൈസ് ചെയ്യുന്നുണ്ട്. അപ്പം മേ ബി അത് റിയലൈസ് ചെയ്യുന്നുണ്ടോ റിയലൈസ് ചെയ്യുന്നില്ലേ എന്നൊന്നും അറിയില്ല. പക്ഷെ ഒരു നാൾ നിങ്ങൾ അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് റിയലൈസ് ചെയ്യും. എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ജീവിച്ച് തുടങ്ങി, 2 പേരും 2 സൈഡിലായി 2 ഫാമിലിയായി, കഴിവതും പ്രശ്നങ്ങൾ തീർത്ത് മുന്നോട്ട് പോയി നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ 2 പേരും വിചാരിച്ചാൽ ഈ പ്രശ്നം തീർക്കാൻ പറ്റും. 2 പേരുടെയും വിഷമം ഒഴിവാക്കുക. ഈ ലോകത്ത് ജീവിക്കാൻ കിട്ടുന്ന ഒരു നല്ല അവസരമല്ലേ, അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളായി പോകണമെന്നുള്ളത് ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കൂ.
കൊടുത്ത് കുണിക്കുമ്പോൾ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഹാപ്പി. അവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എനിക്ക് സന്തോഷമായിട്ട്. എന്താ വെച്ചാൽ എന്റെ അനിയത്തിയുടെ കാര്യങ്ങൾ എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് അയക്കും. അത് ഏട്ടനെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ മെസ്സേജ് അയച്ചത് കേട്ടോ. ഏട്ടന് അങ്ങനത്തെ ഒരു കാര്യത്തിന് പ്രശ്നമില്ല അല്ലെ. ഞാനിപ്പോ എന്റെ അനിയത്തിയുടെ കാര്യത്തിന് മെസ്സേജ് അയക്കണോണ്ടോ ഒന്നിനും ഏട്ടന് പ്രശ്നമില്ല. എന്ന് വെച്ചാൽ അത് എന്റെ കൂടെ ഉറപ്പല്ലേ. അതിനിപ്പോ ഏട്ടൻ തടസ്സം നിൽക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അല്ലെ. ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോ അല്ലേ ഈ പറഞ്ഞ ദേഷ്യവും ഇതൊന്നും പിടിച്ചിക്കേണ്ട സമയമല്ല. എന്താ വെച്ചാ ഒന്നാമത്തെ അവള് കുഞ്ഞൊരു കുട്ടിയല്ലേ. ഇപ്പൊ കുണിക്കനായാലും കുണിക്കലും കാത്തുമോളായാലും ആരായാലും ഇപ്പൊ എന്റെ കൂടെ പുറപ്പെടുമ്പോ കുഞ്ഞേച്ചായാലും ആരായാലും ചേട്ടനായാലും അമ്മയായാലും അച്ഛനായാലും ഇവർക്ക് ആർക്കും വയ്യാണ്ടായാലും എനിക്കത് ബാധിക്കും. എന്താ വെച്ചാ അത് എനിക്ക് വിഷമം. ഞാനിപ്പോ അച്ഛമ്മ ഹോസ്പിറ്റലെന്ന് പറഞ്ഞാൽ എനിക്കത് വിഷമം തന്നെയാണ്. എന്താ വെച്ചാൽ എല്ലാരും എന്റെ ആണല്ലോ. പിന്നെ നമുക്ക് എത്ര കുറച്ച് പ്രശ്നങ്ങൾ ഇടയിൽ ഉണ്ടായാൽ പോലും നമുക്ക് എത്രയായാലും നമുക്ക് നമ്മുടെ തന്നെയാണ്. അത് എന്തായാലും നമുക്ക് വിഷമം ഉണ്ടാവും. ആ വിഷമം കൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്. അല്ല അറിഞ്ഞു. ഞാനിതൊന്നും വീഡിയോയില് പറയണമെന്ന് വിചാരിച്ചതേ അല്ലാട്ടാ. അതാ പറയുന്നേ. ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും രക്തബന്ധം തന്നെയാണ്. അപ്പം അതിങ്ങനെ വിള്ളലായി കീറി രണ്ട് സൈഡിൽ നിന്ന് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? ഈ വീഡിയോയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. കുഞ്ഞൻ വീണ്ടും ചോദിക്കുക, ഏട്ടന് കുഴപ്പമില്ലല്ലേ. ഏട്ടനാണെങ്കിൽ വീഡിയോ നോക്കി മുടിയൊക്കെ ചെയ്യുന്ന തിരക്കായതുകൊണ്ട് ഏട്ടന് മറുപടി കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ ആളൊരു മറുപടി കൊടുത്തു. എന്നാലും വലിയൊരു ഇൻട്രസ്റ്റോട് കൂടി മറുപടി കൊടുക്കുന്നില്ല എന്ന് എനിക്ക് തോന്നി. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലേലും ഇൻട്രസ്റ്റ് വേണമെന്നും അല്ലെ അവർ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത്, അല്ലെ നിങ്ങൾ റെഡിയാണം എന്നുള്ളതൊന്നും ഞാൻ പേഴ്സണലി ഈ പെർട്ടിക്കുലർ വ്യക്തിയുടെ അടുത്ത് ഞാൻ പറയില്ല. കാരണം ആ വ്യക്തി എത്രയാണെങ്കിലും ഔട്ട്സൈഡറാണ്. കുഞ്ഞൻ്റെ ഹസ്ബൻഡ് എത്രയാൾ ഔട്ട്സൈഡറാണ്. അവരെ സംബന്ധിച്ച് അവരുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ച് പറയുമ്പം അവരുടെ ഫാമിലിയും നേരിടുന്ന ഒരു വലിയ ഇൻസൾട്ട് ഉണ്ട്. അത് ഞാൻ 100% അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാനിവിടെ കുഞ്ഞൻ്റെ കേസിൽ മാത്രമേ പറയുന്നുള്ളൂ. കുഞ്ഞൻ എന്തൊക്കെയാണെങ്കിലും അവരെ വാല്യൂ ചെയ്യണം, അവരുടെ കൂടെ നിൽക്കണം. ഈ സ്നേഹം കാണാൻ കുഞ്ഞിന് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ കൂടെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ മക്കളോടും എനിക്ക് പറയാനുള്ളത്, വലിയ ആൾക്കാരോടും പറയാനുള്ളത്, ഫാമിലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ സ്നേഹം നിങ്ങൾ കാണാനും മനസ്സിലാക്കാനും ശ്രമിക്കണം. അവരെതിർത്തുകൊണ്ട് ചെയ്യാണ്ട് അവരോട് സംസാരിച്ച് കൺവിൻസ് ചെയ്ത് അവരുടെ ബ്ലെസ്സിങ്ങോട് കൂടി പലതും ലൈഫിൽ കൊണ്ടുവന്നാൽ എത്രയോ നല്ലതാണ്. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടാറ്റാ ബൈ.